ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ. അർജുനോവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഹേ കൃഷ്ണ, എന്തുകൊണ്ടാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും പാപം ചെയ്യാൻ പ്രേരിതനായി തീരുന്നത്? അതിനുള്ള മറുപടിയായി ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതും എത്ര അനുഭവിച്ചാലും ആർത്തി തീരാത്തതും മനുഷ്യനെ പാപഗർത്തങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതുമായ കാമവും അതിൻ്റെ ഫലമായ ക്രോധവുമാണ് അതിന് കാരണം. ഇവയെ നീ പരമവൈരികളായി കരുതിക്കൊള്ളുക. രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന മഹാപാപമായ ക്രോധമാണ് ഇഹലോകത്തിലെ ഏറ്റവും വലിയ ശത്രു. പൂർത്തീകരിക്കാത്ത കാമം ക്രോധമായും ക്രോധം മിഥ്യയായും മാറുന്നു. ഈ കാമമാണ് ശുദ്ധ ജീവാത്മാക്കളെ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥരാക്കി മാറ്റുന്നത്. ഈ കാമം തന്നെയാണ് ജീവാത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവും. തമോ ഗുണത്തിൻ്റെ വേറൊരു രൂപമാണ് ക്രോധം. തന്മൂലം രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിലേക്ക് പതിക്കുന്നതിന് പകരം നാം നിർദ്ദിഷ്ട കർമാനുഷ്ഠാനങ്ങളിലൂടെ സത്വഗുണത്തിലേക്ക് ഉയരണം. അങ്ങനെ ക്രോധത്താൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രജോ ഗുണത്തിൻ്റെ ഭാവങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നിവയാണ്. രജോ ഗുണത്തെ കീഴ്പ്പെടുത്താനുള്ള മാർഗം നമ്മുടെ സത്വഗുണത്തെ ബലപ്പെടുത്തുക എന്നതാണ്. ഭക്തി, സത്സംഗം, ജപം, ധ്യാനം എന്നിവയിലൂടെ മാത്രമേ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാൻ കഴിയൂ. ശ്ലോകം 38. ധൂമേനാവ്രിയതേവഗ്നിഃ യഥാദർശോ മലേന ച യദോൾബേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം. ധൂമേനാവ്രിയതേവഗ്നിഃ യഥാദർശോ മലേന ച യദോൾബേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം. ധൂമത്താൽ അഗ്നിയും അഴുക്കിനാൽ കണ്ണാടിയും എപ്രകാരം ആവരണം ചെയ്യപ്പെടുന്നുവോ, ഉദ്ബത്താൽ, അതായത് ഗർഭപാത്രത്തെ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മത്താൽ ഗർഭവും എങ്ങനെ ആവൃതമായിരിക്കുന്നുവോ അപ്രകാരം ഈ ജ്ഞാനം ആ കാമം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. തീയെ പുകയെന്ന പോലെയും അഴുക്കിനാൽ കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ കാമം ആവരണം ചെയ്തിരിക്കുന്നു. ഇവ പല രൂപത്തിലും പ്രകടമാകുന്നു. പുകയുള്ള സ്ഥലത്ത് തീയുണ്ടാകുമെങ്കിലും തുടക്കത്തിൽ അത് തെളിഞ്ഞു കാണുകയില്ല. തീയുടെ ചുറ്റുപാടുമുള്ള പുകയെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീ ആളിക്കത്തും. കണ്ണാടിയിലെ പൊടി സൂചിപ്പിക്കുന്നത്
ആധ്യാത്മിക ചര്യകളാൽ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അതിനുള്ള പ്രതിവിധി നാമോച്ചാരണം തന്നെ. ഗർഭാശയത്താൽ ആവൃതമായിരിക്കുന്ന ഭ്രൂണം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ കാണിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് ഒന്നിളകാൻ പോലും ആവാത്ത അവസ്ഥയാണല്ലോ. നിത്യേനയുള്ള സാധനങ്ങളാൽ മാത്രമേ കാമമാകുന്ന ഈ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയൂ. ശ്ലോകം 39. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. ഹേ അർജുന, ജ്ഞാനിക്ക് നിത്യശത്രുവായിരിക്കുന്നതും തൃപ്തിപ്പെടുത്താനാവാത്തതും അഗ്നിതുല്യവുമായ കാമത്താൽ ആത്മജ്ഞാനം ആവൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചാൽ തീ കെടുത്താനാവാത്തതുപോലെ ഇന്ദ്രിയഭോഗങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് കാമത്തെ ശമിപ്പിക്കാനാവില്ല എന്നാണ് മനുസ്മൃതി പറയുന്നത്. ജീവനെ ഭൗതിക പ്രപഞ്ചത്തിൽ തളച്ചു നിർത്തുന്ന അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് കാമം. ഹരി ഓം.